എവർക്കും നമസ്കാരം. ആനുവൽ ഐറ്റി പരീക്ഷയുടെ 8ാം ക്ലാസ്സിലെ ഒരു ചോദ്യം പരിശോധിക്കാം. ഒഡാസിറ്റിയിൽ നിന്നുള്ള ചോദ്യമാണ്. ആൻ ഓഡിയോ ഫയൽ നെയ്മഡ് പോയം 5.mp3 is given in the folder exam documents 8 in ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ പോയം 5.mp3 എന്നൊരു ഓഡിയോ ഫയൽ നൽകിയിട്ടുണ്ട്. അതിൽ താഴെ പറയുന്ന രണ്ട് കാര്യങ്ങൾ ചെയ്യാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. റെഡ്യൂസ് ദ വോളിയം ഓഫ് എൻറ്റയർ ഓഡിയോയുടെ മുഴുവൻ വോളിയവും ഒരു -5 ഡെസിബലിലേക്ക് കുറയ്ക്കുക. അതുപോലെ തന്നെ അതിലെ സൈലൻ്റ് ആയിട്ടുള്ള ഭാഗം ഒന്ന് ഡിലീറ്റ് ചെയ്ത് അതിനെ ചേർത്തുകൊണ്ട് ഒരു MP3 ഫയലായി എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഹോമിലെ എക്സാം 8 എന്ന ഫോൾഡർ രജിസ്റ്റർ നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും കൂടെ ചേർത്തുകൊണ്ട് ഒരു ഫയൽ നെയിമായിട്ട് നൽകുക എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് പരിശോധിക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഫയൽ ഒഡാസിറ്റിയിൽ തുറക്കാം. ഒഡാസിറ്റിയിലേക്ക് തുറക്കുന്നതിന് വേണ്ടി ആ ഒരു ഫയൽ കിടക്കുന്നത് നമുക്കറിയാം ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് 8 ഇതിലെ പോയം 5.mp3 എന്നൊരു ഫയലാണ് ഒഡാസിറ്റിയിൽ തുറക്കേണ്ടത്. അതിന് നമുക്കൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എന്ന് കാണാം. അതിൽ ഒഡാസിറ്റി എന്ന ഈ ഒരു ഭാഗത്തില്ല എങ്കിൽ വ്യൂ ഓൾ ആപ്ലിക്കേഷൻസ് വഴി നമുക്ക് ഒഡാസിറ്റി സെർച്ച് ചെയ്തെടുക്കാം. ഒഡാസിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ സെലക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഒഡാസിറ്റിയിൽ അത് തുറന്നു വരുന്നു. ഇനി നമുക്ക് ഇതിനെ മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്യാം. ഇത് സ്ക്രീനിങ്ങിനെ നിറഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് ചെറുതാക്കാം. ഇനി ഇതിനെ മുഴുവനായിട്ട് നമുക്കൊന്ന് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇതിപ്പോൾ സെലക്ഷൻ ടൂളിലാണ് നിൽക്കുന്നത്. സെലക്ഷൻ ടൂളിൽ ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്കിതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ട്രാക്ക് മുഴുവനായിട്ടും സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എഫക്റ്റിലേക്ക് പോകാം. എഫക്റ്റിൽ ആംപ്ലിഫൈ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാം ആംപ്ലിഫിക്കേഷൻ ഇപ്പോൾ -0 ആണ് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് നമുക്ക് -5 എന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഓക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അതിൻ്റെ വോളിയം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇനി ഇതിൻ്റെ സൈലൻ്റ് ആയിട്ടുള്ള ഭാഗം മാത്രം നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. സൈലൻ്റ് ആയിട്ടുള്ള ഭാഗം മാത്രം ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അത് ഡിലീറ്റ് കീ അടിച്ചു കഴിഞ്ഞാൽ അത് മാറിപ്പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഇത് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫയല് എക്സ്പോർട്ട് ആസ് MP3 എന്നുള്ള സെലക്ട് ചെയ്യുന്നു. നമ്മളുടെ ഹോമിലെ എക്സാം 8 സേവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഹോം സെലക്ട് ചെയ്യുന്നു. എക്സാം 8 ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ പേര് മാറ്റി കൊടുക്കാം. .mp3 എന്നുള്ളത് കളയാതെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് ക്ലാസ്സും നമ്പറും കൂടി ചേർന്നതാണ്. അതിനുശേഷം _ ഇട്ടതിന് ശേഷം ക്വസ്റ്റ്യൻ നമ്പറും കൂടി നൽകി സേവ് ചെയ്യുന്നതോടെ ഈ ഒരു പ്രവർത്തനം അവസാനിക്കുന്നു.